ആരും പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്. തേനൂറും തേൻ നെല്ലിക്ക നമുക്ക് തയ്യാറാക്കി കളയാം. ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചാലുള്ള ഗുണങ്ങൾ നിങ്ങൾക്കറിയണ്ടേ? രോഗപ്രതിരോധ ശേഷി, ദഹനം മെച്ചപ്പെടും, മുടിക്കും സ്കിന്നിനും നല്ലതാണ്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ലിവർ ക്ലീൻ ആകും. ദിവസവും ഒരു നെല്ലിക്ക കഴിച്ചാൽ അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്? ഇതിനു പുറമേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട ആവശ്യം വരില്ല. എന്തെല്ലാം പ്രയോജനങ്ങളാണ്! അപ്പോൾ ഡോക്ടറെ നമുക്ക് വീട്ടിൽ നിന്നും ഒഴിവാക്കാം, ഹോസ്പിറ്റൽ കേസ് കുറയ്ക്കാം. കടയിലും മെഡിക്കൽ സ്റ്റോറിലും തേൻ നെല്ലിക്ക ഒരെണ്ണത്തിന് 10 രൂപയാണ് വില വരുന്നത്. നമുക്കിത് 1/2 കിലോ തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വളരെ ഉപകാരപ്രദമാണ്. പച്ച നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും നമുക്കിത് കൊടുത്താൽ അവർ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും. ഇനി അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കേടുള്ള നെല്ലിക്കകളുണ്ടെങ്കിൽ കഴുകുമ്പോൾ തന്നെ മാറ്റിക്കളയേണ്ടതാണ് കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത ശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചോളൂ. നമുക്കിനി ഈ നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി തട്ട് കൂടി വെച്ച് കൊടുത്തോളൂ. നെല്ലിക്ക കൂടി വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് നമുക്കതൊന്ന് ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. നെല്ലിക്കയൊക്കെ ഒന്ന് വെന്ത് ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് നെല്ലിക്ക പുറത്തെടുക്കാവുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചില നെല്ലിക്കയൊക്കെ ചെറുതായിട്ട് വെടിച്ച് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെയെല്ലാം കോരി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നെല്ലിക്കയിലായിട്ട് പോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കുത്തി കൊടുക്കണം. തേന് നെല്ലിക്കയുടെ ഉള്ളിലേക്ക് പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള മധുരത്തിന് പനങ്കൽക്കട്ടാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കുട്ടികൾക്കും നല്ലതാണ്. ചുമയ്ക്കും ജലദോഷത്തിനുമൊക്കെ കുട്ടികൾക്ക് നല്ല ഒരു ഔഷധമാണ് പനങ്കൽക്കട്ട്. പഞ്ചസാരയോ തേനൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതാവുമ്പോൾ നല്ല രോഗപ്രതിരോധ ശേഷിയും കുട്ടികൾക്ക് ലഭിക്കും. നെല്ലിക്ക സ്റ്റീം ചെയ്തെടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും ഇങ്ങനെ പോർക്ക് ഉപയോഗിച്ച് കുത്തിക്കൊടുക്കാവുന്നതാണ്. ഞാൻ സ്റ്റീം ചെയ്ത ശേഷമാണ് ഒന്ന് കുത്തിക്കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി അത് വെന്തിരിക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് കുത്തിക്കൊടുക്കാൻ സാധിക്കും. വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നെല്ലിക്കയിലേക്ക് പോർക്ക് വെച്ച് കുത്തുമ്പോൾ താന്നു പോകുന്നുണ്ട്. സഹായത്തിന് മോള് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന പനങ്കൽക്കണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ഗ്രാം പനങ്കൽക്കണ്ടാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്ക 1/2 കിലോയും. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് മെൽറ്റായി വരാനായിട്ടാണ്. 1/2 ഗ്ലാസ് വെള്ളത്തോളം ചേർത്താൽ മതിയാവും. അടി പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കും കൂടി കൊടുക്കേണ്ടതാണ്. പനങ്കൽക്കണ്ടെല്ലാം നന്നായിട്ട് അലിഞ്ഞൊന്ന് തിളച്ച് വരട്ടെ. സൈഡൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മെൽറ്റായി നല്ല കട്ടിയുള്ളൊരു ബാറ്ററായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നും തേനാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ടെക്സ്ചറാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ നെല്ലിക്കയിലും പോർക്ക് ഉപയോഗിച്ച് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കയിൽ ഇതിൻ്റെ സിറപ്പ് പിടിക്കാനായിട്ടാണ് കേട്ടോ. നെല്ലിക്ക കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളൊന്ന് തീ വയ്ക്കാനായിട്ട്. കൽക്കണ്ട സിറപ്പിൽ നെല്ലിക്കയെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. നെല്ലിക്ക ഓൾറെഡി വെന്തതാണ്. ഈ ഷുഗർ സിറപ്പ് അതിനകത്തോട്ട് പിടിക്കുന്നതിനായിട്ടാണ് കുറച്ച് നേരം അതിലിട്ട് തിളപ്പിക്കുന്നത്. കുറച്ച് നേരം തിളച്ചൊന്ന് വറ്റിയൊക്കെ വരുമ്പോഴേക്കും അതിലുള്ള സിറപ്പ് നെല്ലിക്കയുടെ അകത്തേക്ക് പിടിക്കും. ലോ ഫ്ലെയിമിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നെല്ലിക്കയുടെ എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ കൽക്കണ്ടിൻ്റെ സിറപ്പ് പിടിക്കുന്നതിനാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. കൽക്കണ്ടിൻ്റെ സിറപ്പ് നെല്ലിക്കയിലേക്ക് ഏകദേശം നന്നായിട്ട് പിടിച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ആ പാത്രത്തിൽ തന്നെ അങ്ങ് വെച്ചേക്കുക. നന്നായിട്ട് തണുത്ത ശേഷം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഗ്ലാസ് ബൗളോ ഗ്ലാസ് ജാറോ ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റുക. അല്ലെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക. ഈ തേൻ നെല്ലിക്ക സൂക്ഷിക്കാനായി എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. യൂസ് ചെയ്യുന്ന സ്പൂണായാലും
എന്തായാലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇത് 1 വർഷം വരെ വേണമെങ്കിലും കേടില്ലാതെ ഇരിക്കുന്ന ഒന്നാണ്. വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ പെട്ടെന്നത് ഇല്ലാതായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം തന്നെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിലേക്ക് ബാക്കി വന്ന ഷുഗർ സിറപ്പ് കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി കളർ വേണമെന്നുള്ളവർ ഇത് ചൂടാക്കുമ്പോൾ കുറച്ച് ശർക്കര കൂടി ചേർത്താൽ കുറച്ചുകൂടെ ഡാർക്ക് കളർ കിട്ടും കേട്ടോ. ആർട്ടിഫിഷ്യൽ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. കുട്ടികൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ പനങ്കൽക്കണ്ട് മാത്രമായിട്ട് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കൂടി കുറച്ച് ചേർക്കാവുന്നതാണ്. നെല്ലിക്ക ഏകദേശം തേനിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. അടിഭാഗത്ത് തേന് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. മുകളിലോട്ട് നെല്ലിക്ക പൊങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നെല്ലിക്കയിൽ തേനൊക്കെ പിടിച്ച് നെല്ലിക്ക താന്ന് കിടപ്പുണ്ട്. ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഇതാ ഷുഗർ സിറപ്പും മുകളിലാണ് നിൽക്കുന്നത്, നെല്ലിക്ക താന്നാണ് കിടക്കുന്നത്. നെല്ലിക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഒരാഴ്ച സൂക്ഷിച്ച ശേഷം മാത്രം ഇത് കൊടുക്കുക. എന്നാൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നെല്ലിക്കയുടെ അകത്തേക്കൊക്കെ ആ മധുരമൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോഴേ കുട്ടികൾ കഴിക്കുകയുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ സിറപ്പ് കുട്ടികൾക്ക് അല്ലാതെ കൊടുക്കുക. ഓരോ സ്പൂണ് സിറപ്പും ഓരോ നെല്ലിക്കയായിട്ട് വേണമെങ്കിലും കൊടുക്കാം. സിറപ്പ് നല്ല ഔഷധ ഗുണമുള്ളതാണ്. ചുമയ്ക്കും ജലദോഷത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കൽക്കണ്ടിൻ്റെ ആ സിറപ്പിലും നെല്ലിക്കയുടെ ആ ചെറിയ കശർപ്പും കയ്പും എല്ലാ ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒന്നിനൊന്ന് മെച്ചത്തിലുള്ള ഒരു സാധനമാണ്. കുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ദിവസവും ഓരോ നെല്ലിക്ക വെച്ച് കുട്ടികൾക്ക് കൊടുത്തോളൂ. രോഗപ്രതിരോധ ശക്തിയും കണ്ണിന് കാഴ്ചയും മുടിക്കും സ്കിന്നിനും എല്ലാം നല്ല വ്യത്യാസം 1 മാസത്തിനുള്ളിൽ തന്നെ കണ്ടറിയാം നമുക്ക്. നെല്ലിക്ക കഴിക്കാത്ത എല്ലാ കുഞ്ഞുമക്കൾക്കും ഇത് തയ്യാറാക്കി കൊടുത്തോളൂ അമ്മമാർ. കുട്ടികൾ തീർച്ചയായും ചോദിച്ചു വന്ന് വാങ്ങി കഴിച്ചോളും. ഉപകാരപ്രദമായ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം തീർച്ചയായും പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിറക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.